കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യപ്പെട്ടോ? ബി ജെ പിയുടെ ചങ്ങാതി ആര് എന്ന ചോദ്യമാണോ ഇക്കുറി തെരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്യുന്നത്? കോൺഗ്രസ് CPM പോര് കേരളത്തിലെ വോട്ടർമാർ എങ്ങനെ ഏറ്റെടുക്കും? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, CPM വക്താവ് VP മുസ്തഫ, BJP വക്താവ് P കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ് എന്നിവർ. ആദ്യം നിസാം സെയ്ദിലേക്ക്. നിസാം സെയ്ദ്, ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് വിഷയത്തിലാണ്, പ്രധാനപ്പെട്ട വിഷയത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത്, അത് അവസാന ദിവസങ്ങളിലാണ് അത് അജണ്ട സെറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു? അങ്ങനെ ഒരു അജണ്ട പുതുതായി എന്തെങ്കിലും സെറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് ഏറ്റവും ശക്തമെന്ന് കരുതുന്ന ഒരു വിഷയം തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രചരണ വിഷയമായി ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കാറുണ്ട്. ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ ഒരു സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായി തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര ഭരണത്തെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷി അവരുടെ ഒരു ഭരണത്തെ അടിസ്ഥാനമാക്കി ഭരണത്തിൻ്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ ആരംഭിച്ചതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ BJP ഉയർത്തുന്ന വിഷയങ്ങൾ ഏക് വോട്ട് കി ശക്തി എന്ന് പറഞ്ഞ് രാമജന്മഭൂമി രാമക്ഷേത്ര നിർമ്മാണം ഒരു വോട്ടിൻ്റെ ശക്തിയാണെന്ന് അവതരിപ്പിക്കുവാനും, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ മട്ടൻ കഴിക്കുന്നതും അവരുടെ ഭക്ഷണ രീതികളെക്കുറിച്ചുമൊക്കെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനായിട്ട് പ്രധാനമന്ത്രിയും BJPയും ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ, ഈ രാജ്യത്തിലെ തൊഴിലില്ലായ്മ വിഷയത്തെക്കുറിച്ച് ചർച്ചയാകുവാൻ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ വിലക്കയറ്റത്തെക്കുറിച്ച് ചർച്ചയാക്കുവാൻ ഈ സർക്കാർ ഒട്ടും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ BJP ഒട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് BJP ആഗ്രഹിക്കുന്നത് അവരുടെ കോർ ഐഡിയാസായിട്ടുള്ള, അവരുടെ കോർ വിഷയങ്ങളായിട്ടുള്ള രാമജന്മഭൂമിയും രാമക്ഷേത്രവും, അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ വർഗീയ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധമെന്ന് അവർ കരുതുന്ന വിഷയങ്ങളുമൊക്കെയാണ് BJP ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം തന്നെ കേന്ദ്രത്തിനെതിരെ ഭരിക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഒക്കെ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നു. ആ ചർച്ച, അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ കേരളം സ്വാഭാവികമായും ഇത് കേന്ദ്രം സർക്കാരിനെ തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് കേന്ദ്ര വിഷയങ്ങളായിരിക്കണം കൂടുതലുമായി ചർച്ച ചെയ്തത്. എങ്കിലും കേരളം ഭരിക്കുന്ന സർക്കാർ കേരളത്തിലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് യാതൊരു വിധത്തിലും ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നാം കാണുന്നത്. കേരളത്തിൻ്റെ നിരന്തരമായി ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത്. അത് CAA-യിലുള്ള കോൺഗ്രസ് നിലപാടിനെക്കുറിച്ച് മാത്രമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചർച്ച ചെയ്തത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നതും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയൊക്കെ വെല്ലുവിളിക്കുന്നതും CAA-യുടെ വിഷയത്തിൽ നിങ്ങൾക്കൊരു നിലപാടുണ്ടോ എന്ന് ചോദിക്കാനായിട്ടാണ്. CAA എന്നൊരൊറ്റ വിഷയത്തിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായാണ് കേരളത്തിലെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് കഴിയുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചർച്ചയാക്കുവാൻ, അത് ഈ കേരളത്തിലെ ഫിസ്ക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ച്, സാമ്പത്തിക രംഗത്തെ ആ ഗവൺമെൻറ് പെർഫോമൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ എങ്ങനെ മുടങ്ങി എന്ന വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ എങ്ങനെ ലഭിക്കാതെ പോകുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യുവാൻ ഈ സർക്കാരോ മുഖ്യമന്ത്രിയോ തയ്യാറാകും നമ്മൾ കാണുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നാലും പ്രാദേശികമായി ഒട്ടേറെ വിഷയങ്ങളുണ്ടായേക്കാം. CAA വിഷയം ചില സ്ഥലങ്ങളിൽ ചർച്ചയായേക്കാം. പക്ഷേ കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ എതിർക്കുന്ന രണ്ട് മുന്നണികൾ മുഖാമുഖം നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട്. കേരള സംബന്ധമായ വിഷയങ്ങൾ തന്നെയായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ തീരുമാനിക്കാൻ പോകുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതുവായുള്ള ഒരു വികാരം
ഈ സർക്കാരിനോട്, കേരളം ഭരിക്കുന്ന സർക്കാരിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതായിരിക്കും. ആ വിഷയത്തിലേക്കായിരിക്കും ആ വിഷയമായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് വസന്ത്, കോൺഗ്രസ് UDF പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം BJPയും കേരളത്തിലെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടേബിളിനടിയിൽ കൈയിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ വന്നിട്ടുള്ള ഒരു ബ്രോഷറുണ്ട്, കോൺഗ്രസിൻ്റെ ബ്രോഷർ വീടുകളിൽ വിതരണം ചെയ്യുന്നതാണ്. രണ്ടും ഒന്ന് തന്നെ എന്നാണ് അതിൽ പറയുന്നത്. അത് ഒരു ഫ്ലാപ്പാണ്. ആ ഫ്ലാപ്പ് മടക്കി കഴിയുമ്പോൾ ഒരു വശത്ത് പിണറായി വിജയൻ്റെ പടം, മറുവശത്ത് മോദിയുടെ പടം. ഇതാണോ നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം? അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ കൈകോർക്കുന്നു, പിണറായി വിജയനും മോദിയും തമ്മിൽ കൈകോർക്കുന്നു, ഇവർ രണ്ടല്ല ഒന്നാണ്. ഇതാണോ ജനങ്ങളോട് നിങ്ങൾ മുഖ്യമായും പറയുന്നത്? അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികളിൽ പ്രധാനമായും ഊന്നുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ വീഴ്ചകളെക്കുറിച്ച് ആണ്. കേന്ദ്രത്തെക്കുറിച്ച് അത്ര അധികം സംസാരിക്കുന്നില്ല. ഇതിന്റെ ഡൈമെൻഷൻ 2-3 ഒന്നാമതായി രണ്ടല്ല ഒന്നാണ് എന്ന് പറയുമ്പോൾ ആശയപരമായി അവരൊന്നാണ്. ആന്റി ഇൻകൺവെൻസിയുടെ കാര്യത്തിൽ അവരൊന്നാണ്. ജനദ്രോഹ നടപടികളുടെ കാര്യത്തിൽ അവരൊന്നാണ്. ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന കാര്യത്തിൽ അവരൊന്നാണ്. ന്യൂനപക്ഷ പീഡനങ്ങളുടെ കാര്യത്തിൽ അവരൊന്നാണ്. CAA-യുമായി ബന്ധപ്പെട്ട കേസുകൾ എടുക്കുന്നതിൽ അവരൊന്നാണ്. ന്യൂനപക്ഷങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതിൽ അവരൊന്നാണ്. രാജ്യത്ത് വിലക്കയറ്റം വർദ്ധിപ്പിക്കുന്നതിൽ, സംസ്ഥാനത്തും രാജ്യത്തും വിലക്കയറ്റം വർദ്ധിപ്പിക്കുന്നതിൽ അവരൊന്നാണ്. ഇങ്ങനെ വിവിധ ഡൈമെൻഷനുകൾ ആ ആപ്തവാക്യത്തിന് ഞങ്ങൾക്കുണ്ട്. നോക്കൂ, RSSന്റെ വോട്ട് വാങ്ങിയ ചരിത്രം ആർക്കാണുള്ളത്? ആ ചരിത്രമുള്ള CPM-നാണ്. ഇപ്പോൾ അവർ കുറച്ചുകൂടി വ്യക്തമായി അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാച്ച് ഫിക്സിംഗ് CPM-ഉം BJP-യും തമ്മിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അത് കേരളത്തിലെ ജനത തിരിച്ചറിയുകയും ചെയ്യും. നോക്കൂ, ഇവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ വലിയ സംഘാടകരാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ചർച്ചകളിലെല്ലാം CPM പ്രതിനിധികൾ പറയുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ സംഘാടകരാണ് എന്നാണ്. എനിക്കറിയില്ല, ഡൽഹിയിൽ ഇന്ത്യ മുന്നണി യോഗത്തിന് ഏതെങ്കിലും CIT പ്രവർത്തകൻ പന്തലിടാൻ പോയത് കൊണ്ടാണോ ഇവർ സംഘാടകരാണ് എന്ന് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യ മുന്നണി യോഗത്തിന്റെ ഒരു യോഗത്തിലേക്ക് പോലും ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവിനെ ഔദ്യോഗികമായി കോൺഗ്രസും ഇന്ത്യ മുന്നണി കോർഡിനേഷൻ കമ്മിറ്റിയും ക്ഷണിച്ചിട്ട് പോലും അയക്കാത്ത പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്. ഇന്ത്യ മുന്നണി യോഗം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം അടുത്തിടയ്ക്ക് ചെയ്ത ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എക്സസൈസിന്റെ പേര് ഭാരത് ജോഡോ യാത്ര എന്നാണ്. ആ ഭാരത് ജോഡോ യാത്രയുടെ ഒന്നാമത്തെ പതിപ്പിലാവട്ടെ, രണ്ടാമത്തെ പതിപ്പ് നായി യാത്രയിലാവട്ടെ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നേരിട്ട് ക്ഷണിച്ചിട്ട് പോലും CPM-ന്റെ ഔദ്യോഗികമായി ഒരു പ്രതിനിധിയെ പോലും വിടേണ്ട എന്ന് കേരളത്തിലെ ഹത്വ കേട്ട് പേടിച്ച് വിരണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്ന ദേശീയ നേതൃത്വത്തിന്റെ പേര് സഹാബ് സീതാറാം യെച്ചൂരി എന്നും CPM എന്നുമാണ്. നോക്കൂ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം, ആ പ്രതിപക്ഷ ഐക്യനിരക്ക് എല്ലാ കാലത്തും കടക്കൽ കത്തിവെക്കുന്നത് മൂന്നാം മുന്നണി സംവിധാനമാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് 2014 UPA രണ്ടാം ഗവൺമെന്റ് താഴെ പോകുന്നതിൽ ഒരു പരിധിവരെ പങ്കുവഹിച്ചത് അന്നത്തെ മൂന്നാം മുന്നണി ആശയമാണ്. അന്നും ഇന്നും ഈ മൂന്നാം മുന്നണി എന്ന് പറയുന്ന തട്ടിക്കൂട്ട് സംവിധാനവുമായി വന്ന് BJPക്ക് വഴി ഈസിയാക്കി കൊടുക്കുന്ന ആരാണ്? CPM ആണ്. ഹൈദരാബാദിൽ അന്ന് തെലുങ്കാനയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് അന്ന് KCR ആണ് ഹൈദരാബാദിലെ മുഖ്യമന്ത്രി. ഹൈദരാബാദിലേക്ക് പിണറായി വിജയൻ പറന്നിറങ്ങുന്നു. അവിടെ KCR-നെയും 4-3-7 പ്രാദേശിക പാർട്ടികളെയും വിളിച്ചു ചേർത്തിട്ട് പറയുന്നു, നമ്മൾ മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ പോവുകയാണ്, നമ്മൾ രാഹുലിനെതിരാണ്, മോദിക്കെതിരാണ്, നമ്മൾ മൂന്നാം മുന്നണി ഉണ്ടാക്കുന്നു. ആരാണ് ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? പിണറായി വിജയനാണോ? പിന്നീട് അവർ പറയുന്നു, ഞങ്ങൾ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളത്രേ. എവിടെയാണ് ഇടതുള്ളത്? ഞങ്ങൾ കേരളത്തിൽ 2020-യുമായി മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിൽ ഒരു സീറ്റും CPM-ന് പ്രതീക്ഷിക്കാനില്ല. അതാണ് ഞങ്ങളുടെ വ്യൂ പോയിന്റ്. പിന്നീടുള്ളത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അവർ മത്സരിക്കുന്നത്. തമിഴ്നാട്ടിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രത്തിന്റെ ഒപ്പം അവർ ചേർത്ത് വെക്കുന്നത് സ്റ്റാലിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ചിത്രം മാത്രമാണ്. എന്തുകൊണ്ടാണ്? രാജ്യത്തുള്ള ഒരേ ഒരു മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ, ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ മുന്നണി പോരാളി. ആ മുന്നണി പോരാളിയുടെ ചിത്രം ഈ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സിൽ പോയിട്ട് ഈ നെഞ്ചത്തിങ്ങനെ ശരി. അഡ്വക്കേറ്റ് വസന്ത്, സ്ഥിരമായി നിങ്ങൾ പറയുന്ന കാര്യമാണ്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ജനവിരുദ്ധ സർക്കാരാണ്, അവർ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ്, ഭരണ സ്ഥാപനങ്ങളെ നിഷ്ക്രിയമാക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ കാര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് 20 MP-മാരെ സംഭാവന ചെയ്യണമെന്നാണല്ലോ നിങ്ങൾ കേരളത്തിലെ വോട്ടർമാരോട് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള എതിരാളി ആരാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരാണ്, CPM ആണ്, പിണറായി വിജയനാണ് എന്ന് വരുമ്പോൾ നിങ്ങൾ പറയുന്ന ആ ലാർജർ രാഷ്ട്രീയത്തിന് എന്ത് പ്രസക്തിയാണ് കേരളത്തിലുള്ളത്?
നോക്കൂ, കേരളത്തിൽ ഏത് സീറ്റിലാണ് BJP-യുമായി മത്സരമുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്ത് വന്ന തിരുവനന്തപുരത്തൊഴികെ ബാക്കി എല്ലാ സീറ്റുകളിലും ഞങ്ങൾ മത്സരിക്കുന്നത് CPM-ഉമായിട്ടാണ്. എന്നാൽ BJP വേഴ്സസ് CPM ആണ് മത്സരം എന്ന് വരുത്തി തീർത്ത് BJP-ക്ക് ചില നല്ല സുന്ദരൻ സുമുഖന്മാരായ സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പറഞ്ഞത് LDF കൺവീനറല്ലേ? LDF കൺവീനർ കടക്കടയിൽ പെട്ട് കിടന്ന കാലത്ത് അദ്ദേഹത്തിന്റെ റിസോർട്ട് ഏറ്റെടുത്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ വന്ന രാജീവ് ചന്ദ്രശേഖരനോടുള്ള ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാരസ്മരണീയമായിട്ട് വന്നത് LDF അല്ലേ? അവർ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണ്. ചിത്രത്തിലേ ഇല്ലാത്ത BJP-യെ, ഒന്നും ചെയ്യാനില്ലാത്ത കേരളത്തിന്റെ പിക്ചറിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ പിക്ചറിൽ ഒന്നുമല്ലാത്ത BJP-യെ എന്തൊക്കെയോ ആക്കാൻ വേണ്ടി CPM കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താ സംശയം? ഞങ്ങൾ പറഞ്ഞോ ഏതെങ്കിലും ഒരു സീറ്റിൽ ഞങ്ങൾ BJP-യുമായാണ് മത്സരം? 20 സീറ്റുകളിൽ ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, തിരുവനന്തപുരം ഒഴികെ, തിരുവനന്തപുരത്തും ഞങ്ങൾ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ വന്നതോടുകൂടി അവിടെ ത്രികോണ മത്സരമാണ് എന്നാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ബാക്കി എല്ലാ സീറ്റുകളിലും, തൃശ്ശൂരിലാവട്ടെ പത്തനംതിട്ടയിലാവട്ടെ, ഒരു സീറ്റിൽ പോലും BJP-യുടെ ഒരേ ക്ലാസ് മണ്ഡലത്തിൽ പോലും ഞങ്ങൾ പറയുന്നില്ലല്ലോ ഞങ്ങൾ മത്സരിക്കുന്നത് BJP-യുമായിട്ടാണെന്ന്. പക്ഷെ BJP-യുമായിട്ടാണ് മത്സരം എന്ന് പറഞ്ഞ് ഒന്നുമല്ലാത്തവരെ എന്തോ വലുതാക്കി കാണിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്, വഴിവെട്ടി കൊടുക്കുന്ന ആരാണ്? CPM അല്ലേ? അപ്പൊ CPM-ഉം BJP-യും ഒരേ നാണയത്തിന്റെ 2 വശമല്ല, ഒരേ നാണയത്തിന്റെ ഒരേ വശമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? RSS-ന്റെ വോട്ട് വാങ്ങിച്ച് അധികാരത്തിലേക്ക് പോയ, പാർലമെന്റിലേക്ക് പോയ, നിയമസഭയിലേക്ക് പോയ ചരിത്രം കോൺഗ്രസിനില്ല. അതുള്ളത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമാണ്. ദേവരസ് പണ്ട് ഡൽഹിയിൽ പ്രസംഗിച്ച കാര്യം അജിംസിന് ഓർമ്മയുണ്ടാകുമല്ലോ, നായനാർ സർക്കാരിന്റെ കാലത്ത്. RSS എല്ലാ കാലത്തും കോൺഗ്രസിനെയാണ് എതിർക്കുന്നത്. CPM എല്ലാ കാലത്തും കോൺഗ്രസിനെയാണ് എതിർക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയൊരു ഇൻക്ലൂസീവ് രാഷ്ട്രീയമാണ്, അത് മതേതര സങ്കല്പമാണ്. ആ സങ്കല്പത്തിന്റെ കടക്കൽ എല്ലാ കാലത്തും കത്തിവെക്കുന്നതിൽ ഇവർ രണ്ടുപേരും മത്സരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എവിടെയാണ് കോൺഗ്രസിനൊപ്പം ഇവർ ചേർന്ന് നിന്നിട്ടുള്ളത്? എവിടെയാണ് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളത്? രാജസ്ഥാനിൽ ഒരു സീറ്റിന് വേണ്ടി കേണപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് മരപ്പട്ടി ചിഹ്നമോ ഈ മരച്ചീനി ചിഹ്നമോ ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് സീതാറാം യെച്ചൂരി ഹൈക്കമാൻഡ് ഓഫീസിൽ വന്ന് രാഹുൽ ഗാന്ധിയുടെ മേശയുടെ മുമ്പിൽ വന്ന് കേണപേക്ഷിച്ച് ഒരു സീറ്റ് മേടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ രാഹുൽ ഗാന്ധിയെ, അതായത് പ്രതിപക്ഷ ഐക്യനിരയുടെ കുന്തമുന, ആ പ്രതിപക്ഷ ഐക്യനിരയുടെ മുഖം, രാഷ്ട്രീയ മുഖം, പോരാളി, മുന്നണി പോരാളി രാഹുൽ ഗാന്ധിയാണ് എന്നതിൽ സംശയമുണ്ടോ? ആർക്കാ സംശയമുള്ളത്? BJP പോലും പറയുന്നില്ലല്ലോ. ആ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയാണ്. മോദിക്കെതിരെ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മോദിക്കെതിരെ മിണ്ടാത്തതിൽ വിവിധ കാരണങ്ങളുണ്ട്. ലൈഫ് മിഷൻ അടക്കമുള്ള കേസുകളുണ്ട്. ഞാനൊരു അഭിഭാഷകനാണ്, അഡ്വക്കേറ്റ് പ്രീ കൃഷ്ണദാസും അഭിഭാഷകനാണല്ലോ. നമുക്കറിയാലോ, ലൈഫ് മിഷൻ എന്ന് പറയുന്ന കേസിൽ അവിടെ തൊട്ട് തുടങ്ങണമല്ലോ. ലൈഫ് മിഷൻ എന്ന് പറയുന്ന കേസിൽ എന്തുകൊണ്ടാണ് അന്വേഷണ ഏജൻസി പ്ലേസ് ഓഫ് അത്തരം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വരാങ്ങയിലേക്ക് ശ്രീ VPP മുസ്തഫ, ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ, വോട്ടെടുപ്പിന് മണിക്കൂറുകളേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇതുവരെ LDF പറഞ്ഞുകൊണ്ടിരുന്നത് CAA വിരുദ്ധ രാഷ്ട്രീയമാണ് നിരന്തരം എല്ലാ വേദികളിലും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നു, രാഹുൽ ഗാന്ധിയെ അപഹസിക്കുന്നു എന്ന് വരുന്നത്, നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇനി വ്യക്തിഹത്യയിലേക്ക് നീങ്ങാം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാം, ഇന്ത്യ മുന്നണിയുടെ മുഖമാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ നിങ്ങൾക്കും തർക്കമില്ലല്ലോ. അങ്ങനെ ഒരു ഒരു ടേണിങ്ങിലേക്ക് വരികയാണ് നിങ്ങൾ? ശ്രീ VPP മുസ്തഫ, ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ മുഖം, ഞങ്ങളുടെ ഡിമാൻഡ് എന്നുള്ളത്. തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് RSS-നെതിരായിട്ടുള്ള, മോഡിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. അതിപ്പോൾ ഈ ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഉണ്ടാക്കിയതല്ലല്ലോ. CPIM കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഞങ്ങൾക്കുള്ള ശേഷിയും സാധ്യതകളും ഉപയോഗിച്ച് RSS വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഫാഷിസ്റ്റ് ഭരണം അവസാനിപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞങ്ങൾ അതിന് സ്വീകരിച്ച സമീപനം എന്താ? മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ വഴികളാണ്. ഭൂരിപക്ഷ വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് എതിരിടാം എന്നുള്ള സമീപനമേ അല്ല ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ മൃദുവർഗീയത കൊണ്ട് എതിർക്കാം എന്ന് വിചാരിക്കുന്ന ഈ അഭിനവകാല കോൺഗ്രസ് അല്ലേ പ്രശ്നം? ഇപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വലിയ നിലയിൽ വാദോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കൂ, RSS-ന്റെ വേദപുസ്തകം ഏതാ? അത് ബെഞ്ച് ഓഫ് തോട്ട്സ് ആണ്. മാധവ സദാശിവ ഗോൾവാക്കറുടെ ലേഖനങ്ങൾ സമാഹരിച്ച് തയ്യാറാക്കിയിട്ടുള്ള പുസ്തകം, 2ാം സർസംഘചാലക്. അതിൽ RSS 3 അഭ്യന്തര ശത്രുക്കളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. അത് രാജ്യത്തെ ഏറ്റവും പ്രബലമായ 2 മതന്യൂനപക്ഷങ്ങൾ. 8ാം അധ്യായം മുസ്ലിങ്ങളെ കുറിച്ച്, 9ാം അധ്യായം ക്രിസ്ത്യാനികളെ കുറിച്ച്, 10ാമത്തെ അധ്യായം ആരെ കുറിച്ചിട്ടാ?
അത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചിട്ടാണ്. 1940-കളിൽ വിചാരധാര പുറത്തിറങ്ങുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ വളരെ ചെറുതാ. കേരളത്തിൽ ഒരു പഞ്ചായത്തിന്റെ ഭരണം പോലും ഇല്ല. ഇന്ന് ഒരു സ്റ്റേറ്റിന്റെ ഭരണം ഉണ്ടല്ലോ, ഒരു പഞ്ചായത്തിന്റെ ഭരണം പോലും വന്നില്ല. അന്ന് കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം. ആ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ RSSന്റെ ആഭ്യന്തര ശത്രു എന്ന് അവർ എഴുതി വെച്ചിട്ടില്ല. അന്ന് മുഹമ്മദ് അലി ജിന്നയും സർവേന്ത്യ മുസ്ലിം ലീഗും രാജ്യത്ത് ഏറ്റവും പ്രബലമായ ശക്തിയാ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവരെ RSSന്റെ ആഭ്യന്തര ശത്രുവായിട്ട് എഴുതി വെച്ചിട്ടില്ല. 1940-കളിൽ തുലോം പരിമിതമായ സ്വാധീനം മാത്രം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അന്ന് തന്നെ, അടുത്ത കൊല്ലം RSSന്റെ സ്ഥാപനത്തിന്റെ 100-ാം വർഷ, പക്ഷെ അതിന്റെ തുടക്കകാലത്ത് തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആഭ്യന്തര ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ്. എന്നിട്ട് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം RSSുമായിട്ട് പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ധാരണയാണ് എന്നൊക്കെ പറയുന്നതിന്റെ പുലഭ്യം എന്നല്ലാതെ, അസംബന്ധം എന്നല്ലാതെ മറ്റെന്ത് വാക്കിലാണ് വിശേഷിപ്പിക്കേണ്ടത്? രാഷ്ട്രീയ ബോധ്യമുള്ള ആരെങ്കിലും അങ്ങനെ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും RSSനോട് ചേർത്ത് വെക്കുമോ? ഇനി പഴയ പുസ്തകമാണ്, അത് വിട്ടുകള. ഇവിടെ കേരളത്തിലെ പിന്നെ BJPയുടെ ചരിത്രമുണ്ടല്ലോ, അത് KG മാരാരുടെ ജീവചരിത്രമാണ്. അത് എഴുതിയത് ജന്മഭൂമിയുടെ ലേഖകനും BJPയുടെ സംസ്ഥാന സമിതി അംഗവുമായിരുന്ന കുഞ്ഞിക്കണ്ണനാണ്. അതിലുണ്ടല്ലോ എഴുതി വെച്ചിട്ടുള്ള പരാമർശങ്ങൾ. 1991-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടും ഒരുമിച്ചായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി പാഴായിപ്പോയ പരീക്ഷണം, അതാണ് KG മാരാരുടെ ജീവചരിത്രത്തിൽ എഴുതി വെച്ച പിന്നെ ഹെഡിങ്, ആ തലക്കെട്ട്, പാഴായിപ്പോയ പരീക്ഷണം. ഏതിനെ കുറിച്ചിട്ടാ? അത് 91-ൽ ബേപ്പൂരിൽ അതുപോലെ വടകരയിൽ 2 മണ്ഡലങ്ങളിൽ പരസ്യമായിട്ടുണ്ടാക്കിയ മുന്നണി. ഏത് മുന്നണി? അതല്ലേ കോലീബി, കോൺഗ്രസ് ലീഗ് BJP സഖ്യം പരസ്യമായിട്ടുണ്ടായതല്ലേ. പക്ഷെ കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയം എങ്ങനെയാ സ്വീകരിച്ചത്? ലീഗിന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും വോട്ട് 3ഉം കൂട്ടിക്കൂട്ടിയാലും കേരളത്തിൽ ആ സഖ്യത്തെ വിജയിപ്പിക്കില്ല. മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കും. അങ്ങനെയല്ലേ നിങ്ങൾ? ഞാനത് പറഞ്ഞാൽ വലിയ പ്രയാസകരമായ അനുഭവം. CPM എന്ന പാർട്ടിയും, അല്ല ഒരു നിമിഷം, CPM എന്ന പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകാരും RSSും BJPയുമായി കൈകോർക്കുന്നു എന്നുള്ളതല്ല UDFന്റെ ആരോപണം. അത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി BJPയുമായി സന്ധി ചെയ്യുന്നു എന്നുള്ളതാണ്. CPM അങ്ങനെ ചെയ്യുന്നു എന്ന് UDF ആരോപിക്കുന്നില്ല. അല്ല, നിങ്ങൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് CPM ഇല്ലാതെ പിണറായി വിജയൻ ഉണ്ടോ? പിണറായി വിജയൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ? പിണറായി വിജയൻ ഈ CPMന്റെ കൊടിക്കുറ ഉയർത്തിപ്പിടിച്ച് അതിനോട് പിന്നെ അനുഭാവം ഉണ്ടായിരുന്ന KSF, കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച് അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIMന്റെ നേതാവായി വളർന്നയാളാ. CPIM മൈനസ് പിണറായി വിജയൻ, ആ പിണറായി വിജയൻ 0 ആയിരിക്കും. അങ്ങനെ ഒന്നില്ല. അത് പിണറായി വിജയന് പാർട്ടി, നിങ്ങൾക്ക് ഇവരുടെയൊക്കെ എന്താ വെച്ചാൽ കോൺഗ്രസിലാവുമ്പോൾ എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും, ലീഗിലാകുമ്പോൾ എല്ലാം ഹൈപ്പവർ തീരുമാനിക്കും, BJPയിലാകുമ്പോൾ എല്ലാം RSS ആസ്ഥാനത്ത് നിന്ന് തീരുമാനിക്കും. CPMൽ അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവോ ഒരു ഹൈക്കമാൻഡോ ഹൈപ്പവറോ ഇല്ല. CPMനുള്ളത് അതിന്റെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സംഘടനാ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് CPIMന്റെ മേലെ പറക്കുന്ന ഒന്നല്ല. നിങ്ങൾ ഓർമ്മിക്കും, അതിന് ഒരു മാധ്യമപ്രവർത്തന നിലയിൽ കോടിയേരിയുടെ ഒരു പഴയ ഇന്റർവ്യൂ ഉണ്ട്. അന്ന് കോടിയേരിയോടും ഇതേപോലെ ആ ഇന്റർവ്യൂ നടത്തുന്നയാൾ ചോദിക്കുന്നുണ്ട്, പിണറായി വിജയന് പാർട്ടിയെ പേടിയുണ്ടോ? അദ്ദേഹം അന്ന് കോടിയേരി പറയുന്ന മറുപടിയുണ്ട്, പിണറായി വിജയൻ ആരെയെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് പാർട്ടിയെ മാത്രമാണ് എന്നുള്ളതാണ്. അത് CPMനെയാണ്. അദ്ദേഹത്തിന് ഭയമുള്ളത് അതിന്റെ സംഘടന, അതിനെ അണിനിരന്നിരിക്കുന്ന ബഹുജനങ്ങൾ. അദ്ദേഹത്തെ നേതാവാക്കിയത് അദ്ദേഹം മേലെ നിറങ്ങി വന്നതല്ല, അദ്ദേഹത്തെ നേതാവാക്കിയത് CPMൽ അണിനിരന്നിട്ടുള്ള ബഹുജനങ്ങളാണ്. അദ്ദേഹത്തെ കേരളത്തിന്റെ ജനകീയ നേതാവാക്കിയത് പ്രസ്ഥാനമാണ്. അതുകൊണ്ട് പിണറായി വിജയൻ വേറെ, ഇത് നേരത്തെയും വസന്തിലേക്ക് വരാം. ഒരു നിമിഷം. ഇത് നേരത്തെയും എടുത്ത ഒരു അടവാണ്. നേരത്തെ CPMനകത്ത് ഒരു വിഭാഗീയത ഉണ്ടായപ്പോൾ അന്ന് പറഞ്ഞ എന്താ, പിണറായി വേറെ, പിന്നെ VS പാർട്ടിയിൽ നിന്ന് വേറെ, പിണറായിയും പാർട്ടിയും ഉണ്ട്, VS പാർട്ടിയിൽ നിന്ന് പിന്നെ സമാന്തരമായിട്ട് നിൽക്കുന്ന ഒരാൾ. ഇതുപോലെ എല്ലാ കാലത്തും CPM ശക്തമായിട്ട് മുന്നേറി വരുമ്പോൾ, ഇടതുപക്ഷം ശക്തമായിട്ട് മുന്നേറി വരുമ്പോൾ നേതാവ് വേറെ പാർട്ടി വേറെ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെയും ഉണ്ടായതാ. അത് നമ്മൾ കേരളത്തിൽ കണ്ടത് ഈ സമീപ വർഷങ്ങളിൽ.
VS വേറെ, പിണറായിയും പാർട്ടിയും വേറെ. ഇപ്പൊ എന്താ പറയുന്നത്? പാർട്ടി വേറെ, പിണറായി വേറെ. അങ്ങനെ ഒന്നില്ല. VS-ഉം പിണറായിയും എല്ലാം ചേർന്ന, സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും എല്ലാം ചേർന്ന പാർട്ടിയെ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഹൈക്കമാൻഡും ഹൈപ്പവറും വേറെ ഇല്ല. ശരി, VP ശ്രീ പി കൃഷ്ണദാസ്, UDF-ന് അവസാന നിമിഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമുണ്ട്, LDF-നുമുണ്ട്. അത് തുടക്കത്തിലുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ദിവസവും അത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി NDA-യുടെ കാര്യം എടുക്കാം, കേരളത്തിൽ BJP-യുടെ കാര്യം എടുക്കാം. എന്താണ് ജനങ്ങളോട് പറയുന്നത്? മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അതല്ല ചില സ്ഥലങ്ങളുടെ പേര് മാറ്റും എന്നാണോ പറയുന്നത്? ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ NDA-ക്ക് കഴിഞ്ഞോ കേരളത്തിൽ? അജിംസെ, കേരളത്തിൻ്റെ രാഷ്ട്രീയം പ്രധാനമായും തുടങ്ങിയത് തന്നെ ശ്രീ നരേന്ദ്രമോദിജി കേരളത്തിൽ 2 തവണ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി വന്ന രാഷ്ട്രീയ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടാണ്. പ്രത്യേകിച്ച് ദേശീയ ജനാധിപത്യ സഖ്യം ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള വികസനത്തിൻ്റെ അജണ്ട, അത് കഴിഞ്ഞ 10 വർഷക്കാലം മോഡിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പാക്കിയ വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കമിട്ടതാണ്. നമ്മുടെ ഈ ചർച്ച ആരംഭിക്കുന്നത് അജിംസ് ശ്രീ നിസാമിനോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടിയത് കൂടിയിട്ടാണ്. അദ്ദേഹം അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം സൂചിപ്പിച്ചത്, ദേശീയ തലത്തിൽ നടക്കുന്ന രാഷ്ട്രീയം അത് കേരളത്തിൽ ചർച്ചയായി വരേണ്ടതുണ്ട്, ആ ചർച്ചക്കനുസരിച്ച് വേണം കേരളത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കാൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സുദൃഢമായ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു സംസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, ഇത് ദേശീയ തലത്തിലുള്ള രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ സംബന്ധിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും ദേശീയ വിഷയങ്ങൾ ചർച്ചയാവും, BJP മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ ചർച്ചയാവും, ഇടതുപക്ഷവും കോൺഗ്രസും മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ ചർച്ചയാവും. പക്ഷേ ഇവിടെ കുറച്ച് ദിവസങ്ങളായി കാണുന്നൊരു പ്രത്യേകത, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും പരസ്പരം വ്യക്തിപരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പരസ്പരം ചെളിവാരി എറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടാൻ അല്ലെങ്കിൽ മാധ്യമ ചർച്ചയിൽ അത് നിറഞ്ഞു നിൽക്കാൻ നല്ലത് അതാണ് എന്ന് കണ്ടതുകൊണ്ട് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തെയോ അതല്ലെങ്കിൽ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തെയോ ചർച്ച ചെയ്യാൻ 2 മുന്നണികളും തയ്യാറല്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയം അതിനുണ്ട് എന്ന് കാണുന്ന ആളാണ് ഞാൻ. അതിന്റെ പ്രധാനപ്പെട്ട കേരളത്തിൽ ഏതെങ്കിലും തടസ്സപ്പെടുത്തുകയല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ 2 മുന്നണികൾ പരസ്പരം ആക്രമിക്കുന്നതിൻ്റെ ഒരു കാരണം മറിച്ചൊരു അജണ്ട, കൃഷ്ണദാസനെ സൂചിപ്പിച്ച ഒരു ദേശീയ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് കൂടിയാണ്. നിങ്ങൾ എന്താണ് പറയുന്നത് ജനങ്ങളോട്? നിങ്ങൾ പറയുകയാണ് ഇപ്പോൾ മോദി സർക്കാരിൻ്റെ വികസനം, അതിൻ്റെ ഗുണഭോക്താക്കൾ കൂടിയാണ് കേരളം. അപ്പോൾ ആ കേരളത്തിൽ ആ വികസനം കൊണ്ടുവരിക, ആ ഒരു ചർച്ച കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് പരസ്പരം പോരടിക്കേണ്ടി വരുന്നത്. അജിംസെ, അതാണ് ഞാൻ തുടക്കത്തിൽ എൻ്റെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ദേശീയ ജനാധിപത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനത്തിൻ്റെ അജണ്ട അത് മുന്നോട്ട് വെക്കുകയും കേരളം അത് ചർച്ച ചെയ്തു തുടങ്ങുകയും കേരളത്തിൽ അതൊരു പ്രധാനപ്പെട്ട ചർച്ചയായി മാറുകയും ചെയ്യുന്നു എന്ന് വന്നപ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ 2 കക്ഷികൾ, ഇവരാരാണ് 2 കക്ഷികൾ? UDF-ഉം LDF-ഉം ആണോ യഥാർത്ഥത്തിൽ ദേശീയ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഇവർ ഇന്ത്യ ഒരു നിമിഷം. ഇപ്പം മോദി ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ്. ഇന്ന് അദ്ദേഹം രാജസ്ഥാനിലാണ്. ഇന്ന് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രാജ്യത്തിൻ്റെ സമ്പത്ത്, രാജ്യത്തിൻ്റെ വിഭവങ്ങൾ മുസ്ലിങ്ങൾക്ക് സ്വരുക്കൂട്ടി മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചു. 1, അത് പച്ചക്കള്ളമാണ്. 2, അത് വർഗീയതയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി തന്നെ വർഗീയത പറയുകയാണ്. ഇത് ഉത്തരേന്ത്യയിൽ നടന്ന പ്രസംഗമാണ്. കേരളത്തിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്? കേരളത്തിൽ അദ്ദേഹം കാര്യമായിട്ട് വർഗീയത പറഞ്ഞിട്ടില്ല. ഇത്തരം പ്രസംഗങ്ങളില്ല. ഇനി വികസന അജണ്ടയാണെങ്കിൽ എന്ത് വികസന അജണ്ടയെക്കുറിച്ചാണ് മോദി കേരളത്തോട്? ഇന്നലെ അദ്ദേഹം മലയാളത്തിലൊരു ടെലിവിഷൻ ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തു. അതിലെന്താണ് കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ വികസന അജണ്ടയെക്കുറിച്ച് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തിൽ പറയുന്നത്? വ്യക്തമായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. BJP ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും, പ്രത്യേകിച്ച് കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ള വികസനത്തെ സംബന്ധിച്ച്, കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വികസനത്തെ സംബന്ധിച്ച് കൃത്യമായി ഞങ്ങളതിൻ്റെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലഘുലേഖകൾ പുറത്തിറക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭ്യർത്ഥനകൾ പുറത്തിറക്കുകയും ഞങ്ങളുടെ മാനിഫെസ്റ്റോയുടെ ഭാഗമായി തന്നെ അത് മാറുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. അജിംസെ, അതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ആ തരത്തിലുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചയാവുകയും ദേശീയ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം
കേരളത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള വികസന ഫണ്ടുകൾ, കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, കേരളത്തിന് എന്താ നൽകാത്തത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി കടം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കടം നൽകാൻ വേണ്ടി, കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേസിന് പോയപ്പോൾ അവർ പ്രചരിപ്പിച്ചത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായിരുന്നില്ലല്ലോ വാസ്തവം. കടമെടുക്കാനുള്ള ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ളതിൽ കൂടുതലും കിട്ടിയ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. അപ്പോൾ ആ വികസനത്തെ സംബന്ധിച്ച്, കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച്, ദേശീയ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മറ്റ് വികസന പദ്ധതികളാണെങ്കിലും ഒന്നും കേരളത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. റെയിൽവേയുടെ വികസന മേഖലകളിലാണെങ്കിലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സംസ്ഥാനത്തിന്, ഈ സംസ്ഥാനത്ത് നിന്ന് 20 MP-മാർ ലോകസഭയിലും ബാക്കി MP-മാർ രാജ്യസഭയിലും കേന്ദ്ര ഗവൺമെൻറ്റിനെയും മോഡി ഗവൺമെൻറ്റിനെയും എതിർക്കുമ്പോഴും കേരളത്തിന് ഒരു ചില്ലി കാശിൻ്റെ കുറവ് പോലുമില്ലാതെ കൂടുതൽ കൊടുക്കുന്ന ഭരണമാണ് കേന്ദ്രത്തിൽ മോഡിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. അത് ചർച്ചയാകുമെന്ന് കണ്ടപ്പോഴാണ് ഈ ചക്കളത്തി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ പേരിൽ? ഇതൊരു പൊയ്ക്കാലിൽ നൃത്തം ചെയ്യുകയാണ് ഇവർ രണ്ടുപേരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ UDF-ഉം LDF-ഉം പരസ്പരം ആരോപണം ഉന്നയിക്കുന്നതിന് അടിസ്ഥാനം എന്താണ്? എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? എന്തെങ്കിലും വികസന അജണ്ടയുണ്ടോ? ഏതെങ്കിലും ഒരു വികസനം നടപ്പാക്കിയില്ല എന്നതിന്റെ പേരിലാണ്? നിങ്ങളുടെ BJP മാനിഫെസ്റ്റോയിലെ ഏത് കാര്യമാണ് കേരളത്തിലെ വോട്ടർമാർ ബൈ ചെയ്യേണ്ടത്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഉദാഹരണത്തിന് പെട്രോൾ വില കുറയ്ക്കുമോ? അത് നമ്മളെ സംബന്ധിച്ച് വളരെ നീറുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറാണോ? ഇന്ധന വിലയെക്കുറിച്ച് BJPക്ക് കേരളത്തിലെ വോട്ടർമാരോട് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ചർച്ചയാക്കാം. അപ്പോൾ ഈ പോര അവസാനിക്കും. അജിംസെ, ഇന്ധനവില നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പല തരത്തിലാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ വിലയാണോ കർണാടകത്തിൽ? കർണാടകത്തിലെ വിലയാണോ മാഹിയിലെ വിലയാണോ കേരളത്തിൽ? ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം എടുത്താൽ ഏറ്റവും കൂടുതൽ പെട്രോൾ വില ഈടാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ പോട്ടെ, കേരളത്തിൽ 2 രൂപ സെസ് കൂടി ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ പെട്രോൾ വിലയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ആരും തടസ്സമില്ല. അത് ഇടതുപക്ഷവും കൂടി റെഡിയായാൽ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഏത് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ലാത്തത്? ദേശീയ തലത്തിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലല്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, അത് BJP ഈ വിഷയം ഉയർത്താത്തത് കൊണ്ടല്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ശ്രദ്ധ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ഏതെങ്കിലും തർക്കം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും സാങ്കത്യമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കാൻ. എന്താ അതിൻ്റെ അടിസ്ഥാനം? അതിന് അറസ്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ? അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു കുന്തമനം ഉയർത്തുന്ന എന്തിൻ്റെ പേരിലാണ്? മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് BJP-ക്കാരാണ് അതിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അതാണല്ലോ കോൺഗ്രസ്സുകാർ ഇപ്പോഴും ചർച്ചയിൽ പറയുന്നത്, BJP എന്തോ ചെയ്തു കൊടുക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്തും അതിനുശേഷവും കേരളത്തിൽ എത്ര കേസുകളാണ് സെറ്റിൽ ചെയ്ത് പോയിട്ടുള്ളത്? ലാവ്ലിൻ കേസ് ഞങ്ങൾക്കെതിരെയാണല്ലോ ആരോപണം. ആരുള്ളപ്പോഴാണ് സെറ്റിൽ ചെയ്ത് പോയത്? എങ്ങനെയാണ് പിണറായി വിജയൻ പുറത്തേക്ക് പോയത് ലാവ്ലിൻ കേസിൽ നിന്ന്? ഇനി രണ്ടാമത്തത് സോളാർ കേസ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അടക്കം, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട ഇന്ന് നിങ്ങളുടെ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ നിങ്ങളുമുണ്ടെന്നേ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കോഴ കേസ് സുരേന്ദ്രനായ കേസാണ്. ഒരു ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കുക. ഒറ്റ നിമിഷം. ആര് പറഞ്ഞു കേസില്ലെന്ന്? ആര് പറഞ്ഞു? സുൽത്താൻ ബത്തേരി തെരഞ്ഞെടുപ്പ് കോഴ കേസ് വിളിച്ച് ചോദ്യം പോലും ചെയ്തിട്ടില്ല. കാസർഗോഡ് തെരഞ്ഞെടുപ്പ് കോഴ കേസ് സുരേന്ദ്രനാണ് ചോദ്യം ചെയ്തിട്ടില്ല. വേറെ ആർക്കെങ്കിലും കിട്ടും അങ്ങനെ പ്രിവിലേജ്? കെ സുരേന്ദ്രനുള്ള ഒരു പ്രിവിലേജ് വേറെ ആർക്കെങ്കിലും കിട്ടും? അതിലേക്കൊന്നും കടക്കല്ലേ അജിംസ. ഈ തരത്തിലുള്ള മണ്ടത്തരങ്ങൾ അജിംസിന്റെ ചർച്ച അതെല്ലാം ജാമ്യം കിട്ടുന്ന കേസുകളാണ്. കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിട്ടുള്ള എന്തിനെ അറസ്റ്റ് ചെയ്യണം? ജാമ്യം എടുക്കേണ്ട കേസിനകത്ത് ജാമ്യം എടുത്തിട്ടുണ്ട്. കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് കേസ് എടുക്കാത്തത്? സുരേന്ദ്രനെതിരെ ഈ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള കേസുകളുടെ എണ്ണം 3 പേജിലുള്ള പത്രത്തിലാണ് പരസ്യം ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എത്ര പേജിൽ പരസ്യം ചെയ്താലാണ് സുരേന്ദ്രനെതിരെയുള്ള കേസുകൾ അവസാനിക്കുന്നത്? കേരളത്തിലെ NDA നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകളുടെ എണ്ണം എത്രയാണ്? എന്നിട്ട് കോൺഗ്രസ്സുകാർ പറയാണ് CPM-കാർ BJP-ക്കാരെ സഹായിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾക്കെതിരെ എത്ര കേസുകളാണ് എടുത്തുകൊണ്ട് അനാവശ്യമായി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ഏതെങ്കിലും എണ്ണത്തിൽ വാസ്തവമുണ്ടോ? ഏതെങ്കിലും എണ്ണത്തിൽ യാഥാർത്ഥ്യമുണ്ടോ? അത് നിങ്ങൾ സൂചിപ്പിച്ച ബത്തേരി കേസിലാണെങ്കിലും നിങ്ങൾ സൂചിപ്പിച്ച മഞ്ചേശ്വരം കേസിലാണെങ്കിലും എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ? ഒരു യാഥാർത്ഥ്യമില്ല. കൊടകരയിൽ യാഥാർത്ഥ്യമുണ്ടായിരുന്നു. കൊടകരയിൽ പിടികൂടിയ പണത്തിൽ യാഥാർത്ഥ്യമുണ്ടായിരുന്നു. കൊടകര കള്ളപ്പണത്തിൽ
കൊടകരയിൽ വന്ന കള്ളപ്പണ കൊടകരയുമായിട്ട് കേസിൽ ഇതിനെന്താ ബന്ധമെന്ന്? നിങ്ങൾ ഈ ആർക്ക്? കൊടകരയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. ആർക്ക് ബന്ധമെന്ന്? എന്താ കൊടകര ഇതൊരു കവർച്ച കേസാണെന്നേ. കൊടകര ഇത് കവർച്ച ആ പണം എവിടെ നിന്ന് വന്നു? അത് ആർക്ക് വേണ്ടി വന്നു? ആ പണം എവിടെ നിന്ന് വന്നു? ആര് കൊണ്ടുവന്നു? ആർക്ക് വേണ്ടി വന്നു? ബാക്കി പണം എവിടെ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ല, ആ പണം അജിംസിന് വേണ്ടിയാണോ വന്നത്? അല്ല, BJP-ക്ക് വേണ്ടി. അല്ല, ആ പണം RSS നിങ്ങൾക്ക് കൊണ്ടുവന്നു. വേണ്ടിയാണോ വന്നത്? RSS-ന്റെ പ്രവർത്തകൻ BJP-ക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി കൊണ്ടുവന്ന പണം അത് കവർ ചെയ്തു. അതാണ് കേസ്. കോടതിയിലുള്ള കേസ് അതാണ്. കോടതിയിലുള്ള കേസ് അതാണ്. അങ്ങനെ ഒരു കേസില്ലെന്നേ. അങ്ങനെയാ കേസെന്നേ. അതുകൊണ്ടാണല്ലോ ആ കേസിൽ സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചത്. നിങ്ങൾക്ക് തോന്നുന്നതാണോ കേസ്? കേസ് അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് തോന്നുന്നതല്ലോ കേസ്. ആ പണത്തിന്റെ സ്രോതസ് എവിടെയാണ് ശ്രീ പി കൃഷ്ണദാസ്? ഒരു നിമിഷം, നിങ്ങൾ ആ ഡക്കോയിറ്റ് കേസ് വിട്. ആ പണത്തിന്റെ സ്രോതസ് എവിടെയാണ്? അത് കള്ളപ്പണമാണെങ്കിൽ ആ കേസ് ആരാണ് അന്വേഷിക്കേണ്ടത്? ED എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കാത്തത്? അജിംസിന് പരാതി കൊടുക്കാമല്ലോ. നിങ്ങൾക്ക് പരാതി ഞാനല്ല, പരാതി കൊടുത്തു സലീം മടവൂർ എന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് പോയി പരാതി കൊടുത്തു. EDക്ക് സമയമില്ലാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണത്? അതിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടെന്നേ. എവിടെ അന്വേഷിച്ചു? കൊല്ലത്രയായി 3 വർഷമായി. 3 വർഷമായി. എവിടെ അന്വേഷണം? എത്ര വർഷമായ കേസ്? നാഷണൽ ഹെറാൾഡ് കേസ് എത്ര വർഷമായി? 15-16 വർഷത്തോളം. 16 വർഷം കഴിയുമ്പോൾ മോദി 16 വർഷം കഴിയുമെങ്കിലും മോദി ഒരു BJP നേതാവിനെതിരെ കള്ളപ്പണ കേസ് അന്വേഷിക്കോ? 16 വർഷം കഴിഞ്ഞെങ്കിലും മോദി ഒരു BJP നേതാവിനെതിരെയുള്ള കള്ളപ്പണ കേസ് അന്വേഷിക്കോ? ഓക്കെ, അതൊക്കെ പ്രതിപക്ഷത്തിന്റെയാന്നേ. BJP നേതാക്കൾക്കെതിരെ 14 വർഷം കഴിഞ്ഞെങ്കിലും BJP-ക്കാരെ പ്രതികളായ ഒരു കേസിൽ, BJP ബന്ധപ്പെട്ട ഒരു കേസിൽ 16 വർഷം കഴിഞ്ഞെങ്കിലും മോദി ഒരു ED അന്വേഷണം പ്രഖ്യാപിക്കുമോ? ചന്ദ്രികയിലെ പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലും പാലാരിവട്ടം പാലം അഴിമതി കേസിലും അതൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടികളാണ്. അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി BJP-ക്കാർക്കെതിരെ സുരേന്ദ്രനെതിരെ 15 കൊല്ലം കഴിഞ്ഞ് അന്വേഷിക്കുന്ന ചോദ്യം. എന്തിനന്വേഷിക്കണം? അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. പരാതിയുള്ള കേസ്, കൊടകര കേസിൽ പരാതിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ. മടങ്ങി വരാം അതിലേക്ക് ഒരു ഇടവേള. പരാതി ആർക്കാ കൊടുത്തുവിടാത്തെന്ന് ഇനി വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്കുള്ളത്. നിസാം, ഈ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ BJP-ക്ക് കഴിയുന്നില്ല. BJP-ക്ക് അവിടെ റോളില്ലാത്ത ഒരവസ്ഥ വരുന്നു. BJP മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ട ചർച്ചയേ ആവുന്നില്ല എന്ന് BJP-ക്കാർ തന്നെ പറയുന്നു. ഓക്കെ, അവിടെ ചർച്ചയാവാതെ വരുമ്പോൾ പരസ്പരം ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് മാത്രമാണ് LDF-നും UDF-നും സംഗതമായ കാര്യം. LDF തുടക്കത്തിൽ CAA പോലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു, രാഷ്ട്രീയ വിഷയങ്ങൾ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന അജണ്ടയായി വരുന്നത് രാഷ്ട്രീയമായി എത്രമാത്രം ശരിയാണ്? അതിനു മുമ്പ് ഒരു കാര്യം, സുരേന്ദ്രൻ്റെ എതിരെയുള്ള കേസ് മോഡി അന്വേഷിക്കണം എന്ന് പറയുന്നത് അല്പം അത്യാഗ്രഹമായി പോകും. പക്ഷേ എന്തുകൊണ്ട് സുരേന്ദ്രൻ്റെ എതിരെയുള്ള കേസ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM സർക്കാർ അന്വേഷിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ തന്നെ പിണറായി വിജയന് അല്ല, കള്ളപ്പണ കേസ് അന്വേഷിക്കുന്നത് ED ആണല്ലോ, സംസ്ഥാന പോലീസ് അല്ലല്ലോ. പിണറായി വിജയന് കേജ്രിവാളിനും അല്ല, കേരളത്തിലൊരു കേസുണ്ടല്ലോ, പണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊരു കേസുണ്ടല്ലോ. ആ കേസ് എന്തുകൊണ്ട് അങ്ങനെ ഒരു കേസുണ്ടല്ലോ, ആ കേസിൽ സുരേന്ദ്രനെ ചോദ്യം ചെയ്തതുമാണല്ലോ. ആ ചോദ്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആ കേസ് എന്തുകൊണ്ട് സ്വാഭാവികമായി മുന്നോട്ട് പോയില്ല എന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും ആകാംക്ഷയുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് കേജ്രിവാളിനും ഹേമന്ത് സോറനും കിട്ടാത്ത ആനുകൂല്യങ്ങൾ പിണറായി വിജയൻ എന്തുകൊണ്ട് കിട്ടുന്നില്ല. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പൊ കേരളത്തിന്റെ പുറത്ത് കേരളത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു. കേരളത്തിൽ പുറത്ത് തമിഴ്നാട്ടിൽ ചെന്നേച്ച് CPM ആരും പറയുന്നില്ല കോൺഗ്രസ് CAA പ്രശ്നത്തിൽ നിലപാടില്ലാത്ത പാർട്ടിയാണ്, അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്ന് CPM നേതാക്കൾ ആരും പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. അതുപോലെ രാജസ്ഥാനിൽ സിക്കാറിൽ CPM സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു. സിക്കാറിൽ ചെന്നേച്ചല്ലേ സിക്കാറിന് പുറത്തുള്ള രാജസ്ഥാനിലെ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത്, കോൺഗ്രസ് CAA പ്രശ്നത്തിൽ നിലപാടില്ലാത്ത പാർട്ടിയാണ് എന്ന് CPM നേതാക്കൾ ആരെങ്കിലും പറയുമെന്ന് നമ്മൾ കരുതുന്നില്ല. അപ്പോൾ പ്രശ്നം കേരളത്തിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടാണ്. പിണറായി വിജയനും BJP-യും തമ്മിൽ നീക്കുപോക്കുണ്ട് എന്ന് കേരളത്തിലെ കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതിന് കാരണം ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസിന് നിലപാടില്ലാത്ത പാർട്ടിയാണ് എന്നൊരു അജണ്ടയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്
പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. കാര്യം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമെങ്കിൽ LDF ഇവിടെ വിജയിക്കണമെങ്കിൽ UDF പരാജയപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സാധ്യമുള്ളൂ. UDF പരാജയപ്പെടുത്താനായിട്ട് പിണറായി വിജയന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ആയുധം കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും അദ്ദേഹത്തിന് പ്രയോജനപ്പെടും എന്ന് അദ്ദേഹം കരുതുന്നത് CAA വിഷയമാണ്. പക്ഷേ പിണറായി വിജയനെയും LDF പരാജയപ്പെടുത്തുവാൻ UDF ഏറ്റവും അധികം സഹായിക്കുക പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ട്രാക്ക് റെക്കോർഡാണ്. പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി വികാരമാണ് എന്ന് UDF പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും LDF ഭരണപരാജയത്തിലേക്ക് വിഷയങ്ങളെ കൊണ്ടുവരാൻ, അജണ്ടയെ കൊണ്ടുവരാൻ UDF ശ്രമിക്കും. അതിൽ നിന്ന് വിഷയങ്ങളെ മാറ്റി CAA എന്നൊരൊറ്റ വിഷയത്തിലേക്ക് മാറ്റുവാൻ പിണറായി വിജയന് ശ്രമിക്കും. അത് BJP തീർത്തും അപ്രസക്തമാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ BJP പ്രസക്തമാക്കാൻ വേണ്ടി മറ്റു ചില ശ്രമങ്ങളുണ്ടോ എന്ന് ധരിക്കേണ്ട ചില ഘട്ടങ്ങൾ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പൂരം നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. LDF BJPക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത സ്ഥലത്ത് BJPക്ക് പ്രയോജനമുണ്ടാകുന്ന ചില നടപടികൾ അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയം തോന്നും. ഇങ്ങനെ കേരളത്തിലെ ഭരണത്തിൽ നിന്നും കേന്ദ്രത്തിലെ ഭരണത്തിൽ നിന്നും വിഷയങ്ങളെ മാറ്റി നിർത്താൻ പ്രധാനപ്പെട്ട ഇന്ത്യയും കേരളവും ഭരിക്കുന്ന പാർട്ടികൾ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് ആവശ്യപ്പെടുന്നതിൽ കാര്യമില്ല. ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് നോൺ ഇഷ്യൂ ആണെന്നാണോ നിസാം പറയുന്നത്? BJP ഉന്നയിക്കുന്നത് വേറെ അർത്ഥത്തിൽ, അത് LDF ഉന്നയിക്കുന്നു. നോൺ ഇഷ്യൂ അതല്ല. അത്തരം ഒരു പോളറൈസിംഗ് ഇഷ്യൂവിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ നരേറ്റീവിനെ കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ അജണ്ടയാണ്. BJP പ്രതീക്ഷിക്കുന്നത് CAA വിഷയം ഈ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര വിഷയമാക്കി മാറ്റുവാൻ ഇന്ത്യയിലാകമാനം അവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പിണറായി വിജയൻ വിശ്വസിക്കുന്നത് CAA വിഷയം കേരളത്തിൽ തെരഞ്ഞെടുപ്പിലെ കേന്ദ്ര വിഷയമാക്കി മാറ്റിയാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് രണ്ടും ധ്രുവീകരണ വിഷയങ്ങളാണ്. അത്തരം ധ്രുവീകരണ വിഷയങ്ങളിൽ നിന്ന് സാമ്പത്തിക വിഷയങ്ങളിലേക്ക്, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കേണ്ടത്. ഗവൺമെന്റിനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അല്ലാതെ CAA എന്നുള്ള ഇതൊരു അനിവാര്യമായ ഒരു ദൗർഭാഗ്യമാണ് ഇന്ത്യ മുന്നണി പാർട്ടികളെ സംബന്ധിച്ച്. അനിവാര്യമായ ദൗർഭാഗ്യം. ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായ ANL തമിഴ്നാട്ടിൽ നിങ്ങൾക്കെതിരെ ADMK മുന്നണിയിലാണുള്ളത്. ഇവിടെ UDF പിന്തുണ പ്രഖ്യാപിച്ച SDPI അവിടെ കോൺഗ്രസിനെതിരെയാണ്. UDF ഘടകകക്ഷികൾക്കെതിരെ അവിടെ ADMKയോടൊപ്പമാണ്. അപ്പോൾ ഇത് ഒരു അനിവാര്യമായ ദൗർഭാഗ്യമാണ്. ഇങ്ങനെ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒട്ടും ദേശീയമല്ലാത്ത കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ചയാകേണ്ടി വരിക എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമാണ്. നിങ്ങളത് എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും നടക്കുന്നില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ BJP പ്രസക്തമാക്കുന്ന അല്ലെങ്കിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾക്ക് പ്രസക്തിയില്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഇത് പോരടിച്ചേ പറ്റൂ. ഇതിൽ ആരെങ്കിലും പഠിച്ചിട്ട് കാര്യമുണ്ടോ ശ്രീ VPP മുസ്തഫ? ഞങ്ങൾ ആരെയും പഠിക്കുന്നില്ലല്ലോ. ഞങ്ങൾ എന്താ എടുത്തിട്ടുള്ള സ്റ്റാൻഡ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ സ്റ്റാൻഡ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, പാർലമെന്റാണ് വിഷയം, രാജ്യത്തിന്റെ ഭാവിയാണ് പ്രശ്നം. അടുത്ത 5 വർഷത്തേക്ക് ഒരു ഗവൺമെന്റ് മാത്രമല്ല, മറ്റു തെരഞ്ഞെടുപ്പുകൾ പോലെ, ഇതിനു മുമ്പ് നടന്ന 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല ഈ തെരഞ്ഞെടുപ്പ്. ഇതൊരു ഗവൺമെന്റിന്റെ ഭാവിയെ മാത്രം നിശ്ചയിക്കുന്നതല്ല, ഒരു രാജ്യത്തിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ സ്റ്റാൻഡാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ എല്ലായിടത്തും വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അന്ന് തന്നെ അജിംസ് ഓർമ്മിക്കും എന്താ CPIM പറഞ്ഞത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷ് പല സ്ഥലത്തും ആവർത്തിച്ചു പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശീയ കൂട്ടായ്മ, പക്ഷെ അത് ദേശീയ തലത്തിൽ ഒരു മുന്നണിയായിട്ടല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റ് ആയിട്ട്, ഇതാണ് ഗോവിന്ദ മാഷ് ഉപയോഗിച്ച വാക്ക്, ഓരോ യൂണിറ്റായി എടുത്ത് ആ സംസ്ഥാനത്ത് പ്രാമുഖ്യമുള്ള ഇന്ത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മത്സരം, ഇതാണ് എടുത്ത കൺസെപ്റ്റ്. പക്ഷെ ഇത് തൊട്ടു മുമ്പ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക്, കോൺഗ്രസിന് പോലും ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒന്നായിരുന്നല്ലോ കഴിഞ്ഞ നവംബർ മാസത്തിൽ നടന്ന 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസ് അന്നെടുത്ത സമീപനം? ഞാൻ അതിലേക്ക് അങ്ങനെ മാന്തി പൊളിച്ച് വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും തെരഞ്ഞെടുപ്പിൽ എന്താണ് എടുത്തത് എന്നുള്ളത് നമ്മുടെ മുന്നിലെ അനുഭവമാണല്ലോ. കോൺഗ്രസ് വമ്പൻ പരാജയത്തിലേക്ക് പോയത് കോൺഗ്രസിന്റെ ആ സമീപനം,
അതിൽ പാഠം പഠിച്ചിട്ടല്ലേ അവർ പിന്നെ ഇന്ത്യ മുന്നണിയെ, ഇന്ത്യ കൂട്ടായ്മയെ വീണ്ടും സജീവമാക്കാൻ മുന്നോട്ട് വന്നു. അല്ലാതെ തുടക്കം മുതൽ അങ്ങനെയായിരുന്നെങ്കിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അത്തരത്തിൽ വരുമായിരുന്നോ? അപ്പൊ ആ പാഠത്തിൽ നിന്ന് കോൺഗ്രസ് ഒരു പാഠം പഠിച്ചു. ആ പാഠം പഠിക്കാൻ തയ്യാറായത് നല്ലത്. പക്ഷേ അത് വന്നിട്ട് കേരളം ഈ പറഞ്ഞതുപോലെ ഓരോ സംസ്ഥാനം ഓരോ യൂണിറ്റ് ആകുമ്പോൾ ഒരു സവിശേഷ സാഹചര്യമാണ്. കാരണം ദേശീയ തലത്തിലെ ഇന്ത്യ കൂട്ടായ്മയുടെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ്. ഇവിടെ പ്രധാന മത്സരം, ഇവിടെ BJP പ്രസക്തമല്ല. അങ്ങനെ വന്നാൽ തന്നെ അത് ദേശീയ തലത്തിലെ റിസൾട്ടിനെ ബാധിക്കുമോ? 2004 നമ്മുടെ അനുഭവമില്ലേ? അന്നും BJP ഗവൺമെന്റിന്റെ ഭരണം അവസാനിക്കുന്നു, വാജ്പേയി ഭരണം അവസാനിക്കുന്നു. അവിടെ കേരളത്തിൽ LDF UDF തമ്മിൽ മത്സരം. അന്ന് ചരിത്രത്തിൽ ആദ്യമായി മലപ്പുറത്ത് 52 മുതൽ തുടങ്ങിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ആദ്യമായിട്ട് മുസ്ലിം ലീഗ് പരാജയപ്പെടുന്നു. TK ഹംസ ജയിച്ചു വരുന്നു. കോൺഗ്രസിനെയും ലീഗിനെയും തോൽപ്പിച്ച് ജയിച്ചു പോയ 20-ൽ 18 ഇടതുപക്ഷത്തിന് കിട്ടുന്നു. ദേശീയ തലത്തിൽ ഇടതുപക്ഷം നിർണായക ശക്തിയാവുന്നു 2004-ൽ. കരിമൂർഖൻ വരാതിരിക്കാൻ ചേരപ്പാമ്പിനെ കൂടെ കൂട്ടാം. കരിമൂർഖൻ RSS ആണ്, ചേരപ്പാമ്പ് കോൺഗ്രസ് ആണ്. കരിമൂർഖൻ കടിച്ച അപ്പ മരിക്കും, ചേര കടിച്ചാൽ അപ്പ ചാവില്ല. അതുകൊണ്ട് അതിനെ ചികിത്സിക്കാം. ആ നിലപാടെടുത്തപ്പോൾ ഒറ്റ മിനിറ്റ് ഞാൻ തീർത്തോളാം, ഒറ്റ മിനിറ്റ്. അങ്ങനെ നിലപാടെടുത്തപ്പോൾ ഇവിടെ ഞങ്ങൾ തോൽപ്പിച്ച ആളുകളെ, അതിന്റെ നേതാക്കളെ, കേരളത്തിൽ നിന്നുള്ള AK ആന്റണിയെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും E അഹമ്മദിനെയും എല്ലാം മന്ത്രിമാരാക്കാൻ ഞങ്ങൾ കൈ ഉയർത്തിയിട്ടില്ലേ? ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സന്നിഗ്ധാവസ്ഥയിൽ വേറൊരു തീരുമാനമെടുത്തവരാണോ? ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൈപൊക്കിയിട്ടില്ല. സാക്ഷാൽ AKജി കൈപൊക്കിയിട്ടില്ല. പക്ഷേ 2004 നിങ്ങളെ 18 സീറ്റിൽ നിന്ന് 18 സീറ്റിന്റെ മാൻഡേറ്റ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഭരണത്തിലില്ല, നിങ്ങൾക്കെതിരെ ഭരണവിരുദ്ധ വികാരമില്ല. ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. 2024 നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് UDFന്റെ ആരോപണം. അല്ല, അതില് കൃത്യമാണല്ലോ. എന്തുകൊണ്ട് ഇപ്പൊ സമീപകാലത്ത് പെൻഷൻ കുടിശ്ശിക, മറ്റ് പ്രശ്നങ്ങൾ ഞങ്ങൾ ഇതല്ലേ അജണ്ടയാക്കിയത്? ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നല്ലേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയി ഡൽഹിയിൽ സമരം കടന്നത്? നിങ്ങൾ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ അവിടെ പോയി സമരം പോട്ടെ, സമരം ഒരു പ്രഹസനമാണെന്ന് അവരാക്ഷേപിച്ചോട്ടെ. സുപ്രീം കോടതി പോലെ ഒരു നീതിപീഠത്തിൽ കേസ് നടത്തുമോ? ആ കേസ് ഇവര് പറയുന്ന പോലെ വെറും കച്ചിയിട്ടായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ എടുത്തു കളയുമായിരുന്നില്ലേ? എന്താ ഇപ്പൊ സുപ്രീം കോടതി കിട്ടുന്ന പ്രശ്നം മാത്രമാണോ? ലോൺ അല്ലല്ലോ. അല്ല, ഒറ്റ മിനിറ്റ്, അതുകൂടി തീർത്തോട്ടെ. എന്താ വെച്ചാൽ അതാണ് ജീവിത പ്രശ്നം. പെൻഷൻ കൊടുക്കാനും മാവേലി സ്റ്റോറിൽ സബ്സിഡി സാധനങ്ങൾ കൊടുക്കാനും പണം ഉണ്ടാകണം. അതിന് കിട്ടേണ്ട കേന്ദ്രത്തിന്റെ ധനസഹായം, ആ പ്രശ്നം ഇതാ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുക. അപ്പൊ കേരളം കൊടുത്ത കേസ് ആർക്കെതിരെ? മോഡി ഗവൺമെന്റിനെതിരെ കൊടുത്ത കേസ്. അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ സുപ്രീം കോടതിയിൽ നിലവിൽ നിങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം അത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധത്തിന്റെ ഫലമാണ് എന്ന് ജനങ്ങളോട് പറയാൻ LDFന് സാധിക്കും എന്ന ആത്മവിശ്വാസം LDFനുണ്ട്. വസന്ത്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ പ്ലീസ്? മ്യൂട്ടാണ്. വസന്ത് മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ പ്ലീസ്? കേൾക്കുന്നില്ല. അതിലേക്ക് വരുന്നില്ലെങ്കിൽ ആ കൊടകര കേസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. ഒരു നിമിഷം വസന്ത്, കൊടകര കേസ് ഒന്ന് പറഞ്ഞോട്ടെ. വസന്ത് വേഗം പറയും. ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി കൈപൊക്കിയ കഥയാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, വാജ്പേയിക്കും LK അദ്വാനിക്കും വേണ്ടി അതിനും മുമ്പേ കൈപൊക്കാൻ പോയ കൂട്ടരാണ് ഇവർ. എവിടെ അധികാരത്തിന്റെ അപകർഷണമുണ്ടോ അവിടെയൊക്കെ കൈപൊക്കാൻ പോകുന്നവരാണ് CPM. അതവിടെ നിൽക്കട്ടെ. 2-3 കാര്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ഒന്നാമതായി CPM പ്രതിനിധി പറയാണ്, ഞങ്ങൾ ആർക്കെതിരെ കേസ് കൊടുത്തു? മോദി ഗവൺമെന്റിനെതിരെ കേസ് കൊടുത്തു. എന്നാണ് സാർ കേസുമായി പോയത്? 2 വർഷം നിങ്ങൾ കാത്തിരുന്നു. നിങ്ങളുടെ ആരോപണങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് പോയി 2 വർഷം കാത്തിരുന്നു. അടക്കം പറയാണ് പെൻഷൻ കൊടുക്കാൻ പണമില്ലത്രേ. ഈ രാജ്യം കേട്ടിട്ടുണ്ടോ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സെസ്? ആ സെസിന്റെ പേരിൽ 2000 കോടി പിരിക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. CNAGയുടെ റിപ്പോർട്ടുണ്ട്. 75% ഫണ്ട് പിരിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. ഞാനും അജിംസും ശ്രീ നിസാം സയ്യിദും ഒക്കെ പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ 2 രൂപ അധിക സെസ് കൊടുക്കുന്നില്ലേ? അത് സർക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്നാ CNAG പറയുന്നത്. അതായത് നിങ്ങളുടെ സർക്കാർ, പിണറായി വിജയൻ കഴിവുകെട്ട ഭരണമാണ് എന്ന് CNAG വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം വളരെ വിശാലാത്മകമായി 70കളിലെ 80കളിലെ 90കളിലെ RSSന്റെ വലിയ ചരിത്രമൊക്കെ വായിച്ചു. നല്ല കാര്യം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കുന്നതിനേക്കാളും നല്ല പോലെ VPP മറ്റേ RSS ചരിത്രം വായിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ശ്രീ VPP
നിങ്ങൾ എല്ലാ കാലത്തും RSSുമായി പങ്കുപറ്റിയവരാണ് എന്ന ഞങ്ങളുടെ ആരോപണത്തെ നിങ്ങൾക്ക് എങ്ങനെ എതിർത്ത് കളയാൻ പറ്റുന്നത്? ചിത്രങ്ങളടക്കം ചരിത്രങ്ങളടക്കം നിങ്ങൾക്കെതിരായി നിൽക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. അത് കേരളത്തിലെ ജനം തിരിച്ചറിയും, നിങ്ങളെ പുച്ഛിച്ചേളും. ഒരു കാര്യം കൂടി, BJP പ്രതിനിധിക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു സെറ്റിൽമെന്റ് രാഷ്ട്രീയം കളിച്ചത് കോൺഗ്രസും CPM ആണ്. സാർ, ആരാണ് അജിത് പവാർ? അജിത് പവാറിനെതിരെ എന്തായിരുന്നു നിങ്ങളുടെ ആരോപണം? NCP എന്ന നാച്ചുറലി കറപ്റ്റഡ് പാർട്ടി എന്ന് പറഞ്ഞത് അമിത്ഷായാണ്. എന്നാൽ അജിത് പവാർ നിങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്നു, ആ കേസ് തേച്ചു വായിക്കപ്പെടുന്നു. ആരായിരുന്നു? ഹിമന്ത് ബിശ്വ ശർമ്മ. രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞ് 2014 പ്രചരണം നടത്തിയ ആളുടെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദി എന്നാണ്. ഞാൻ അധികാരത്തിൽ വന്നാൽ ഹിമന്ത് ബിശ്വ ശർമ്മയെ തിഹാറിൽ പോയി കാണണം എന്ന് പറഞ്ഞില്ലേ? ഒടുക്കം ഹിമന്ത് ബിശ്വ ശർമ്മ BJP പാളയത്തിലേക്ക് വരുന്നു, നിങ്ങളുടെ മാരാർജി ഭവനിൽ വരുന്നു, നാഗ്പൂർ ആസ്ഥാനത്ത് വരുന്നു. അയാൾ പരിശുദ്ധനാവുന്നു. രാജസ്ഥാനിൽ നിങ്ങളുടെ നേതാവ് തന്നെയായ വസുന്ധര രാജ സിന്ധ്യയുടെ മകനെതിരെ നിങ്ങൾ കേസ് കൊടുത്തു. എപ്പോഴാണെന്ന് അറിയാമോ? വസുന്ധര രാജ സിന്ധ്യയോട് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിൽക്കണം, ഇത്തവണ ഞങ്ങൾ പുതിയ ആളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വസുന്ധര രാജ സിന്ധ്യ പറഞ്ഞു പറ്റില്ല, ഞാൻ ഇത്തവണ മത്സരിക്കുമില്ല, ഞാൻ കോൺഗ്രസ് പാളയത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കക്ഷിയിലേക്ക് ഞാൻ. വസന്ത, ലിസ്റ്റ് വലുതാണ്, അത് മുഴുവൻ പറയാൻ സമയമില്ല, അത് നിരവധി തവണ ചർച്ച ചെയ്തതുമാണ്. ശ്രീ P. കൃഷ്ണദാസ് മറുപടി, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അല്ല, ഇതിൽ കോൺഗ്രസിന്റെ അഴിമതിക്കാരെല്ലാം BJPയിലേക്ക് വന്നപ്പോൾ കേസില്ലാതെയായി എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. അദ്ദേഹം ഒന്ന് പോയി അന്വേഷിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും കേസുകൾ ഇല്ലാതെയായിട്ടുണ്ടോ, അതിലെല്ലാം അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ CPM പറയുന്നതിന്റെ പ്രതിനിധി പറയുന്നത് CBI ചോദ്യം ചെയ്ത ഹിമന്ത ബിശ്വ ശർമ്മ ആസാം മുഖ്യമന്ത്രിയാണ്. ശ്രീ കൃഷ്ണദാസ്, CBI ചോദ്യം ചെയ്ത ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ആസാം മുഖ്യമന്ത്രിയാണ്. എന്റെ അജിംസെ ഞാൻ എന്റെ കാര്യം ഒന്ന് പറഞ്ഞു പിന്നെ ഇടയ്ക്ക് കയറല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനുശേഷം ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ. നിങ്ങൾക്കല്ലേ സമയമില്ലാത്ത, എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ നീർക്കോല് കടിച്ചാലും അത്താഴം മുടങ്ങും എന്നൊരു പ്രയോഗമുണ്ടല്ലോ. അങ്ങനെയാണ് CPM പറയുന്നത്, ഞങ്ങൾ BJPയെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങൾ BJP ഇല്ല. നിങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവരും ബംഗാളിലും ത്രിപുരയിലും നിങ്ങൾ ഇല്ലാതെയായി എന്നേ, അവിടെ കടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. കോൺഗ്രസ് എന്താ പറയുന്നത്? കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്ജസ്റ്റ്മെന്റ് ഇല്ലായിരുന്നു. പിന്നെ ഈ കാസർഗോഡിനപ്പുറത്തും പാലക്കാടിനപ്പുറത്തും കന്യാകുമാരിയിലൊക്കെ എന്താ നടക്കുന്നത്? ഈ കേരളത്തിന് പുറത്ത് നിങ്ങൾ നടത്തുന്ന സൗഹൃദ മത്സരമുണ്ടല്ലോ, നിങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് BJPക്കെതിരെ നടത്തുന്ന സൗഹൃദ മത്സരം, അത് കേരളത്തിൽ നടക്കാത്തതിന്റെ കാരണം BJPക്കെതിരായി നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. ആ നരേറ്റീവ് കേരളത്തിലെ ജനങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ പരസ്പരം തല്ലിടുന്നവരാണ്, പരസ്പരം ചെളിവാരി എറിയുന്നവരാണ് എന്ന് പറയണമെന്നുള്ളത് കൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരസ്പരം ഇല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ഉന്നയിക്കുന്നത് പരസ്പരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ജനവഞ്ചനയുടെ അടിസ്ഥാനത്തിലുള്ള വെറും ആരോപണങ്ങൾ മാത്രമാണ്. എന്തെങ്കിലും യാഥാർത്ഥ്യം അതിനകത്തുണ്ടോ? എന്തായാലും 10 വർഷത്തെ രാജ്യത്തെ BJP ഭരണത്തെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് BJPക്ക് എത്രമാത്രം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് പറയാൻ കഴിയാത്തതുകൊണ്ടാണോ UDFനും LDFനും അവരുടേതായ അജണ്ട സെറ്റ് ചെയ്യേണ്ടി വന്നത്? അതല്ല, അതിൽ നിന്ന് വഴുതി മാറുന്നതാണോ? തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ. വളരെ നന്ദി ശ്രീ കൃഷ്ണദാസ്, നിസാം സെയ്ദ്, വസന്ത്, ശ്രീ VPP മുസ്തഫ ഇത്തരം സംസാരിച്ചതിനിടെ വേണം.